എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. ശ്യാമു പ്രസാദ് സാറാണ് കൂടിയുള്ളത്. സാർ നമസ്കാരം. 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 സാർ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് അല്ലെങ്കിൽ വിവാദമാവുന്നത് ബീഹാറിൽ ഈ വിഷയം നടക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു എന്നുള്ള രേഖകൾ അല്ലെങ്കിൽ അവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ വന്നതോടുകൂടി വലിയ വോട്ട് അട്ടിമറിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ചട്ടുകമായി ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പി ചെയ്യുന്നത് എന്നായിരുന്നു ആരോപണം. എന്നാൽ അതൊക്കെ ആദ്യഘട്ടത്തിലെ പ്രശ്നങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ആസന്നമാവുന്ന ഒരു സാഹചര്യം അതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയും ചെയ്തു. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എസ്.ഐ.ആർ നടപ്പിലാകും. ഇപ്പോൾ ഇന്ന് അത് ആരംഭിച്ചിട്ടുമുണ്ട്. എന്താണ് എസ്.ഐ.ആർ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കേരളം ഇതിനെ എതിർക്കുന്നത്? നോക്കൂ, നമ്മുടെ വോട്ടർമാരുടെ ഭാരതത്തിലെ ടോട്ടൽ വോട്ടർമാരുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 80 കോടിയാണ്. ഉം, 80 കോടി വോട്ടർമാരുള്ള ഒരു ഹ്യൂജ് ഡേറ്റയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഉം, ഇതിൻ്റെ അകത്ത് സാധാരണ വോട്ടിൽ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പേര് ചേർക്കുന്നത്? ഇപ്പം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ എന്യൂമറേഷൻ വഴിയായിരുന്നു ചേർത്തിരുന്നത്. ഉം, എനിക്ക് ഓർമ്മയുണ്ട്. അത് അധ്യാപകർ ഈ സെൻസസ് എടുക്കുന്ന പോലെ അധ്യാപകരെ കൊണ്ടാണ് അത് ചെയ്യുന്നത്. അവർ വീട് വീടാന്തരം കയറി. എൻ്റെ അമ്മയുടെ ഒപ്പം ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. ഓരോ വീട്ടിലും കയറി അവിടെ ഉള്ള അവരുടെ റേഷൻ കാർഡ്, അത് പ്രധാനമായിട്ട് അന്ന് പരിശോധിക്കുന്ന റേഷൻ കാർഡാണ്, നോക്കി ഇതിൻ്റെ അകത്ത് പേര് ചേർത്ത് അങ്ങനെയായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടിരുന്നതും പേര് ചേർത്തുകൊണ്ടിരുന്നത്. ഉം, എന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺലൈനിൽ നമുക്ക് പേര് ചേർക്കാം. പേര് ചേർത്തതിന് ശേഷം BLOയെ കണ്ട് BLOയെ നമ്മുടെ എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പേര് നമ്മുടെ ലിസ്റ്റിൽ വരും. ഉം, ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ, കാര്യം ഇതിനപ്പുറം വേറൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരാൾക്ക് ഒരിടത്തു ഉം, നിന്ന് വേറൊരിടത്തേക്ക് മാറാനും ഒരേ സമയം ഒരാൾക്ക് പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വലിയൊരു ഹ്യൂജ് ഡേറ്റ ആകുമ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഇത് പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും പഴുതുകളായി ഉപയോഗിക്കാറുണ്ട്. ഉം, അപ്പം ഇതിൻ്റെ അകത്ത് സമയാസമയങ്ങളിൽ കറക്ഷൻ നടക്കാറില്ല. ഇപ്പൊ മരിച്ചുപോയവര്, അതുപോലെ സ്ഥലത്തില്ലാത്തവര്, വീട് മാറിപ്പോ അവരുടെയൊക്കെ പേര് അവിടെ കിടക്കും. നോക്കൂ, ഇപ്പൊ ഈ ഉം, അടുത്ത സമയം എന്റെ ആദ്യം ഉണ്ടായിരുന്നത് പന്തളത്തായിരുന്നു എന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നത്. അപ്പൊ അവിടെയായിരുന്നു. പിന്നെ ഞാൻ കോഴിക്കോട് വന്നപ്പോൾ ഇവിടെ ഞാൻ ചേർത്തു. ഇപ്പൊ ഒരു മാസം മുമ്പ് എന്നെ പന്തളത്തുനിന്ന് വിളിക്കുകയാണ്, ഇത് നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ട്, എന്ത് ഉം, ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അത് കളഞ്ഞേക്ക്, അത്രയേ ഉള്ളൂ. ഉം, അങ്ങനെയുള്ളത് അല്ല, പിന്നെ വേറെന്ത് ചെയ്യാനാ? ഞാൻ ഉം, കോഴിക്കോടാണ് സ്ഥിരതാമസം. എന്റെ വോട്ട് ഇവിടെയാണ്. ഞാൻ ഇവിടെ ചെയ്യുന്ന എത്രയോ വർഷങ്ങളായി ഞാൻ ഇവിടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കറക്ഷൻസ് നമ്മുടെ ഡേറ്റയിൽ വരുത്തണ്ടേ മനുഷ്യ? തീർച്ചയായിട്ടും. എങ്കിലേ അത് കൂടുതൽ ശുദ്ധമാവുകയുള്ളൂ. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ദാ ഇവിടെ കണ്ണൂരൊക്കെയാന്ന് പറഞ്ഞാൽ ഒരുപാട്, അവിടെ കണ്ണൂർ കേരളത്തിൽ അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കണ്ണൂരാണ്. ഒരു 1-2 വർഷം മുമ്പ് അവിടെ ഈ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു CRPF ഉദ്യോഗസ്ഥൻ, ഉയർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു ചാനലിൽ വന്നിരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ്. ഇങ്ങനെ ആൾക്കാർ വരിക, ഒരേ ആള് ഉം, പല രൂപത്തിൽ വരിക. ഇപ്പൊ ഒരു സ്ത്രീ വന്ന് വോട്ട് ചെയ്തിട്ട് പോയി, തുടർന്ന് ആ സ്ത്രീ തന്നെ പർദ്ദ ഇട്ടുകൊണ്ട് വരും. അവർ വോട്ട് ചെയ്യുന്ന മരിച്ചുപോയ വേറൊരു സ്ത്രീയുടെ പേരിലാണ്. ഉം, ഉം, ഉം. ഇങ്ങനെ അത് അവിടെ കണ്ണൂർ സ്ഥിരം പരിപാടിയാണ്, സ്ഥിരം പതിവാണ് അത് അവിടെ നടക്കുന്നത്. അങ്ങനെ ഈ രാജ്യത്ത് ഒരുപാട് ഇത് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം കേരളത്തിൽ അത്രയില്ല. ഇപ്പൊ ഈ ബീഹാറിലെ ബംഗാളിലെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് ഈ ബംഗ്ലാദേശ് ഇമിഗ്രൻസ് ഉണ്ട്. ഇവ അനധികൃതമായി പല രീതിയിൽ നേരത്തെ ആധാർ കാർഡും ഐഡന്റിഫിക്കേഷനും ഒക്കെ സമ്പാദിച്ച് ഇവിടെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ കണ്ട ഒരു ഡേറ്റ, ബംഗാളിലെ അഡൽട്ട് പോപ്പുലേഷന്റെ വർധന എന്ന് പറയുന്നത് 13.8%. ഉം, ഏത് പീരീഡിലാന്ന് പറഞ്ഞില്ല, ഇത് സെയിം പീരീഡിലെ വോട്ടേഴ്സിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 70%. ഉം. ഒന്ന് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇങ്ങനെ
ഈ രാജ്യത്ത് മുഴുവനുമുണ്ടത്. അപ്പോ ഇതിന് കാലാകാലങ്ങളിൽ ഇത് കൃത്യമായ തീവ്ര പരിശോധന നടന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം ഈ SIR എന്ന് പറയുന്ന രാജ്യത്ത് നടന്നിട്ടുള്ളത് 2002 ഇതിനു മുമ്പ് ഈ നാട്ടിൽ നടന്നിട്ടുള്ള ഇത് പുതിയ കാര്യമൊന്നുമല്ല എന്ന്. പിന്നെ അപ്പോൾ തന്നെ ഇത് ഇത്ര വലിയൊരു പ്രശ്നമാക്കുന്നതിൽ രാഷ്ട്രീയം മാത്രമല്ലേ ഉള്ളത്? അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. എന്തിനാണ് BJP ഇതര പാർട്ടികൾക്ക് ഇതിനോട് ഇത്ര ആശങ്ക? അതൊരു പ്രധാന ചോദ്യമാണ്. അത് ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് CPM-നാണ്, കമ്മ്യൂണിസ്റ്റ് CPM-നാണ്. കാര്യം ഈ നമ്മള് ഈ പരേതരുടെ വോട്ടവകാശം ഇവിടെ നിഷേധിക്കപ്പെടും. പരേതരുടെയും നാടുവിട്ടു പോയവരുടെയും ഒക്കെ ഇവിടെ ഇല്ലാത്തവരുടെയൊക്കെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് അവരുടെ ഒരു വലിയ പരാതിയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് എതിർപ്പുണ്ടാകും. പിന്നെ SIR, ഇപ്പൊ ബീഹാറിൽ നടന്ന SIR, ഈ SIR-നെ ചുറ്റിപ്പറ്റി ഇവർ ഇവിടെ ഒരു വലിയ ഒരു എന്താണ് നറേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് BJP-ക്ക് വേണ്ടിയിട്ടാണ്, BJP ഇതര വോട്ടുകൾ നശിപ്പിക്കളയാനാണ്. ഇങ്ങനെ ഓരോ കാലത്ത് അവരിപ്പം CAA പറ്റി ഇവരുണ്ടാക്കിയ ഒരു നറേറ്റീവ് ഉണ്ട്, കർഷക സമരത്തിനെ പറ്റി, ആ ബില്ലിനെ പറ്റി. അതുപോലെ ഈ SIR-നെ പറ്റിയും ഇതെന്തോ ഒരു പുതിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇതുപോലെയുള്ള നട്ടാൽ കുരുക്കാത്ത നുണകള് ഇവർ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഈ SIR-നെ പറ്റി ഏറ്റവും വലിയ ചർച്ചകൾ നടന്നിട്ടുള്ളത് ഇപ്പൊ ബീഹാറിൽ നടന്ന SIR-നെ പറ്റി ചർച്ചകളും ഈ രീതിയിലുള്ള നറേറ്റീവുകളും ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. കാര്യം ഇമാതിരി കള്ളച്ചരക്ക് ഏറ്റവും അധികം വിറ്റുപോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പ്രബുദ്ധ കേരളം എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. CAA ഏറ്റവും കൂടുതൽ ബഹളം നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇങ്ങനെ അതേപോലെ ഉണ്ടാക്കി വെച്ചു. അറിയാമല്ലോ, പണ്ട് നരേന്ദ്രമോദി 15 ലക്ഷം രൂപ ഇത് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കാം എന്ന് പറയുന്ന ആ സാധനം ഇപ്പോഴും ഈ കേരളത്തിൽ പറഞ്ഞു നടക്കുന്നുണ്ട് വലിയ വലിയ ആൾക്കാർ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കറക്ക് കമ്പനികൾക്കും തട്ടിപ്പ് പരിപാടികൾക്കും എല്ലാം വളക്കൂറുള്ള മണ്ണാണ് കേരളം. അപ്പം കോൺഗ്രസ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു. അപ്പം ഇത് BJP-ക്കെതിരെ ഉണ്ടാക്കിയ അപ്പൊ അവർ ആയുധമായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ വാസ്തവം. കാര്യം ഇത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇവിടെ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നമുണ്ട്. അതായത് നമ്മൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ, പരിമിതികൾ കൂടി വരുമോ? ഇല്ല, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് വേറെയാണ് മനുഷ്യ. ഇത് അസംബ്ലി, പാർലമെന്റ് ഇതിലേക്കുള്ള വോട്ടാണ് നടക്കുന്നത്. നമ്മുടെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് വേറെയാണ്. അതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പിന്നെ ഇത് നിർത്തി വെച്ചത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുകയാണ്. സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഇവർക്ക് ഏത് സിസ്റ്റത്തിനെയും അട്ടിമറിക്കാൻ പറ്റുന്ന ഒരു മെഷീനറി അവർക്കുണ്ട്. അവർക്ക് കഴിയും. അവർക്ക് മാനിപ്പുലേഷന്റെ ആശാന്മാരാണ്. പക്ഷെ ഇവരിപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് കയറുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിൽ മറ്റേ പണിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവർക്ക് സമയം കിട്ടി വരുമ്പോഴേക്ക് ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഇതിന്റെ അകത്തും പഴുതുകൾ കണ്ടെത്തി അതിന്റെ അകത്ത് ആൾക്കാരെ തിരികെ കയറ്റുക, ഇങ്ങനത്തെ പരിപാടി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചെയ്യാൻ ഈ സമയം അവർക്ക് കിട്ടുന്നില്ല. അതിനിടയ്ക്ക് ഇലക്ഷൻ വരികയാണ്. അപ്പൊ എല്ലാവരും ആ ഇലക്ഷൻ ബിസിയിലായിരിക്കുമ്പോൾ ഈ പണിക്ക് പോകാൻ പറ്റില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ ആശങ്ക. അത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പില് അവർക്ക് പ്രശ്നമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ നടക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമായ ഒരു മാറ്റമാണ്. കാലോചിതമായി പരിഷ്കരിക്കപ്പെടേണ്ടതാണ് വോട്ടർ പട്ടിക. കാര്യം ഏറ്റവും അധികം വോട്ട് ചോരി പറയുന്ന ആൾക്കാർ തന്നെയാണ് SIR-നെ എതിർക്കുക എന്നുള്ളതൊരു എന്താ പറയാ, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ഇതൊക്കെ വിടുന്നേ, ഏത് ഡേറ്റയും ഏത് ഇൻഫർമേഷനും അത് ടൈം ബൗണ്ടഡ് ആയി ചെക്ക് ചെയ്യപ്പെടേണ്ടതും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതും പരിഷ്കരിക്കപ്പെടേണ്ടതും അല്ലേ? അത് എന്തുമായിപ്പെട്ടെ വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രമല്ല, എന്തൊരു സാധനവും കാലാകാലങ്ങളിൽ മാറണ്ടേ, വേണ്ടേ? തീർച്ചയായിട്ടും. എത്ര ലളിതയുക്തിയാണത്. അപ്പം നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന
ഘടകമായ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിങ്ങനെ പരിഷ്കരിക്കപ്പെടാതെ തോന്നിയ പോലെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇവര് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്. BJP-യോടെ ഉം. 80 ലക്ഷം വോട്ട് ചേർത്തു, അത് ചേർത്തു, ഒരു വീട്ടിൽ തന്നെ 500 വോട്ട്. ഇതൊക്കെ മാറണ്ടേ? ആ പ്രശ്നങ്ങൾ മാറണ്ടേ? ആ പ്രശ്നങ്ങൾ മാറാൻ ഇതല്ലാതെ വേറെന്ത് മാർഗം ഇവിടെ മുമ്പിലുള്ളത്? ഉണ്ടെങ്കിൽ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും വളരെ വ്യക്തമാണ്. ആശങ്ക കേവലം രാഷ്ട്രീയ പ്രേരിത മാത്രമാണ്. യഥാർത്ഥത്തിൽ സ്വന്തം അക്കൗണ്ടിലെ വോട്ടുകൾ കുറയുമെന്ന ആശങ്കയാണ് അതാണ് അത്. വളരെ പ്രശ്നം. ഇവരുടെ 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 പോക്കറ്റിൽ നിന്ന് ഇവരുടെ വോട്ടുകൾ ചോർന്നു പോകുമോ എന്നുള്ള ആശങ്ക ഇവർക്കുണ്ട്. ഉം. അതാണ് ഇവരുടെ പ്രശ്നം. ആശങ്ക മാത്രമാണുള്ളത്. അത് തന്നെ, അത് തന്നെ. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി ശിവപ്രസാദ് മറുനാടോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.